എപ്പോഴാണോ ഒരു സ്ത്രീ തൻ്റെ കർത്തവ്യത്തിനെ പറ്റി ബോധവതിയാകുന്നത്, എനിക്ക് ഭാരതത്തിൽ ഈ പുണ്യഭൂമിയിൽ, ഈ കർമ്മഭൂമിയിൽ, ധർമ്മഭൂമിയിൽ, സത്യഭൂമിയിൽ, തപോഭൂമിയിൽ, ത്യാഗഭൂമിയിൽ ജന്മം കിട്ടിയിരിക്കുന്ന എനിക്ക് ഒരു പ്രത്യേക കടമ നിർവഹിക്കാനുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിനെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി വളർത്തി എടുക്കും എന്നതിന് സംശയമൊന്നുമില്ല. ഇപ്പം നമ്മളൊരു കുടുംബത്തിൽപ്പെട്ടതാണ്, ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിർത്തണം എന്നൊക്കെ വന്നാൽ കുറച്ച് എവിടെയൊക്കെ നമുക്ക് തോന്നും, തെറ്റ് ചെയ്യുമ്പോൾ അയ്യോ പാടില്ല, എൻ്റെ കുടുംബത്തിൻ്റെ പേര് നഷ്ടമായെങ്കിലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വിചാരമൊന്നും ഇന്ന് നമ്മൾക്കാർക്കുമില്ല, നമ്മുടെ അടുത്ത തലമുറയിലേക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദേവകാര്യ സമുദ്യത എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. സത്യം ധർമ്മം എന്നുള്ള രണ്ട് മഹാ സത്യസങ്കല്പങ്ങൾ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം, അവർക്കൊന്നും ഒരാളോട് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ എങ്ങനെയല്ല. നമുക്ക് എവിടെയോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കാം, നമുക്കറിയാം സത്യം പരം ധീമഹി. എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കുന്നു സപ്താഹവേദികളിൽ, സത്യം പരം ധീമഹി. എന്താണ് ആ സത്യം? ഇന്നിപ്പോൾ കുട്ടികൾ വന്നിട്ട് അമ്മമാരോട് ചോദിക്കുകയാണ്, അമ്മ എന്താണ് ആ സത്യം എന്ന് ചോദിച്ചാൽ അവർ പറയും, മോനെ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ കാണുന്നില്ലേ, അവിടെ എഴുതിയിട്ടില്ലേ സത്യമേവ ജയതേ, അതാണ് സത്യം. ഞാൻ നിൻ്റെ അമ്മയല്ലേ, അതൊരു സത്യമാണ്. അച്ഛൻ അതാണ്, ഇതാണത്. ഇങ്ങനെയുള്ള വെറും സത്യങ്ങൾ, വ്യാവഹാരിക സത്യങ്ങളെപ്പറ്റി മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ. അമ്മമാർക്ക് കുട്ടികളോട് സത്യസ്യ സത്യം, അവൻ്റെ ഉള്ളിലിരിക്കുന്ന ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന സത്യത്തിനെ പറ്റി വെളിപ്പെടുത്തി കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ അമ്മമാർക്ക് കഴിവില്ലാതെയായി പോയിരിക്കുന്നു. വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയിൽ ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. ആ പൊട്ടൻഷ്യൽ ഡിവിനിറ്റി നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നുള്ള ആ അറിവ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കാതെയായിരിക്കുന്നു. അതുകൊണ്ട് ശാരദാദേവിയുടെ ജീവിതത്തിനെ പറ്റി ഓർക്കാൻ വന്നപ്പോൾ അവതാര പുരുഷൻ്റെ ഭാര്യയായ ശാരദാദേവി എന്തിനു വേണ്ടിയിട്ടാണ് അവതാരം എടുത്തേച്ചാൽ നമ്മളെ ഇതൊന്നും ഓർമ്മിപ്പിക്കാൻ. നിങ്ങളുടെ മാതിരി പഠിപ്പും ഇതൊന്നും പദവിയും ഒന്നും എനിക്കുമില്ല, പക്ഷേ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദി മിനിറ്റ് വി ബിക്കം അവെയർ ഓഫ് ഇറ്റ്, നമ്മൾ ദേവകാര്യ സമുദ്യതയാണ് എന്നുള്ളൊരു ബോധം നമ്മൾ ഉദിക്കുന്നതോടുകൂടി നമുക്ക് എന്തെന്നില്ലാത്തൊരു മാറ്റം വരും. എന്താണെന്ന് വെച്ചാൽ വെറും ഒരു, ഇന്നിപ്പോൾ അധിക പേരും മാതാക്കന്മാരാണല്ലോ അല്ലേ, ആ തള്ളയില്ലേ അതെൻ്റെ അമ്മയാണ്, അങ്ങനെയാണ് കുട്ടികളൊക്കെ പറയുക. ഇപ്പോൾ ആ തള്ളയാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അമ്മ. അമ്മ എന്ന് കൂടി പറയുന്നില്ല, തള്ളാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമ്മ എന്നുള്ള വാക്കിലുള്ള ആ ഐശ്വര്യമോ ഒന്നും കുട്ടികൾക്കറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരമ്മ എന്നാണോ താൻ ദേവകാര്യ സമുദ്രതയാണ് എന്നറിയുന്നതും തന്നിൽ കൂടി ഈ സത്യധർമ്മങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കണം എന്ന് ബോധവതിയാകുന്നതും അപ്പോഴാണ് അവൾ ശ്രീമാത ആയി മാറുന്നത്. അതുവരയ്ക്കും അവളൊരു വെറും അമ്മയാണ്, പക്ഷേ അവളൊരു ശ്രീമാതയായിട്ട് മാറുകയാണ്. അങ്ങനെ ശ്രീമാതയായിട്ട് മാറുന്ന ആ അമ്മ, അവൾക്ക് അടുത്ത പ്രൊമോഷൻ എന്താണ്? ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. ഇന്ന് കുടുംബത്തിലൊന്നും നമുക്ക് സ്ഥാനമില്ല, ഭാര്യമാർക്കോ അമ്മമാർക്കോ ഒന്നും സ്ഥാനമില്ല. അമ്മ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയ്ക്ക് എന്താ അറിയുക എന്നൊക്കെ ചോദിക്കുന്നവരാണ്. പക്ഷേ ദേവകാര്യ സമുദ്യതത്വം എന്നുള്ള ഭാവം ഒരമ്മയിൽ വന്നു കഴിഞ്ഞാൽ ആ അമ്മയുടെ അടുത്ത പ്രൊമോഷനാണ് ശ്രീ മഹാരാജ്ഞി. അവൾ കുടുംബത്തിൻ്റെ രാജ്ഞിയാണ്. നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ പല കുടുംബങ്ങളിലും കുടുംബത്തിൻ്റെ രാജ്ഞിയായിരുന്നിരുന്നത്, കുടുംബത്തിൻ്റെ സംസ്കാരത്തിനെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് കൊണ്ടുവന്നിരുന്നത് അമ്മമാരാണ്. അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ നമുക്ക് എന്താ തന്നിട്ട് പോയത് അല്ലേ? ശ്രീ മഹാരാജ്ഞിയായി മാറുന്നു. അതുമാത്രമല്ല, അവളിലുള്ള ആ അദ്വൈത സത്യത്തെ അവൾ അറിഞ്ഞ് അതിനെ സ്നേഹവാത്സല്യ രൂപേണ അദ്വൈതത്തിനെ ഹൃദയത്തിൻ്റെ ഭാഷയാക്കി മാറ്റി. വെൻ അദ്വൈത ബിക്കംസ് പ്രാക്ടിക്കൽ ആൻഡ് പോയറ്റിക്കൽ ഇൻ ലൈഫ്, സ്വാമിജി പറയും, അങ്ങനെ അവൾക്ക് ആ അദ്വൈതത്തിനെ അവളുടെ മാതൃഭാവവുമായി ഇണക്കി ചേർത്ത് അവളുടെ ഭാവത്തിലും പ്രവൃത്തിയിലും ഭാഷയിലും എല്ലാത്തിലും കൊണ്ടുവരാൻ സാധിച്ചാൽ
സമുദായം അവളെ കാണുന്നു. സമുദായം അവളെ അറിയുന്നത് വേറൊരു തരത്തിലാണ്. അപ്പോഴാണ് മാതൃദേവോ ഭവ എന്നതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ അദ്വൈതത്തെ, അദ്വൈതാമൃതവർഷിണിയും അമ്മയെ പറ്റി പറയുമ്പോൾ അവൾ അദ്വൈത സ്വരൂപിണിയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളിലുള്ള ആ അദ്വൈത സത്യമാണ് നമുക്ക് ശക്തി തരുന്നത്. എത്രത്തോളം നമ്മൾ ആ അദ്വൈത സത്യത്തിനെ സ്വാത്മീകരിക്കുന്നുണ്ടോ, എത്രത്തോളം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നുണ്ടോ, അത്രയും നമ്മളിൽ എന്തെന്നില്ലാത്തൊരു ശക്തിയുണ്ട്. ബിക്കോസ് സദ്വൈതം, വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയിൽ എനിക്ക് പറയാൻ അറിയുള്ളൂ, എക്സ്പാൻഷൻ ഈസ് ലൈഫ്, കൺട്രാക്ഷൻ ഈസ് ഡെത്ത്. ലവ് ഈസ് ലൈഫ്, ഹേറ്റ്രഡ് ഈസ് ഡെത്ത്. സ്നേഹിക്കാൻ പഠിക്കും തോറും മനസ്സിന് വികാസം സംഭവിക്കുന്നു, ബുദ്ധിക്ക് വികാസം സംഭവിക്കുന്നു. നമ്മളറിയാതെ തന്നെ നമ്മളിലുള്ള ദൈവീകത കൂടുതൽ 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 അത് പ്രബുദ്ധമാകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അമ്മ വന്നു കഴിഞ്ഞാൽ സമുദായം അവളെ അറിയാൻ തുടങ്ങും. ശ്രീമത് സിംഹാസനേശ്വരി, അവൾക്ക് അടുത്തുള്ള പ്രമോഷനാണ്. സമുദായം അവളെ അറിഞ്ഞാതിരിക്കും. ആ അമ്മ ശാരദാദേവിയെ പറ്റി ഓർക്കുമ്പോൾ പവിത്രം ചരിതം യസ്യ പവിത്രം ജീവനം തഥാ പവിത്രതാസ്വരൂപിണ്യേ തസ്യൈ ദേവി നമോ നമഃ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ അമ്മയാണെന്ന് ശാരദാദേവി. എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയായിട്ട് ശ്രീരാമകൃഷ്ണ സവിധത്തിൽ എത്തിച്ചേർന്ന ആ ശാരദാദേവി ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ദേവകാര്യ സമുദ്രതയായി മാറി. നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. 2 മാർഗങ്ങൾ, 2 സങ്കല്പങ്ങളെ കൊടുത്തു അവൾക്ക്. ഒന്ന്, നീ നഖബട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയാണ്. ഒരു സാധാരണ മാതൃരൂപത്തിൽ എങ്ങനെയാണ് ഒരു അമ്മ ഇരിക്കേണ്ടത്, കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതെല്ലാം അവിടെ നിന്ന് പഠിച്ചോളൂ. രണ്ടാമതായിട്ടുള്ളത്, ഞാൻ ഏതൊരു ദേവിയാണോ ആരാധിച്ച് സാക്ഷാത്കരിച്ചിരിക്കുന്നത് ആ അമ്മ തന്നെയാണ് നീ എന്നുള്ള ആ ഒരു വിശേഷമായ ജ്ഞാനവും അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ 5-ാം വയസ്സിൽ മുതൽക്ക് ദ്വൈത ചിന്തകൾ വിപുലീകരിക്കുന്നതിന് മുമ്പ് തന്നെ ശാരദാദേവിയെ സ്വന്തം പത്നിയായി സ്വീകരിച്ച് ആ അദ്വൈത ഭാവത്തിലേക്ക് ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവന്ന് സാക്ഷാൽ പരമേശ്വരിയായി അവരോധിക്കുന്നതും ഇന്ന് എവിടെയെല്ലാം ശ്രീരാമകൃഷ്ണ നാമം, വിവേകാനന്ദ നാമം ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ആ ശാരദാദേവിയുടെ പവിത്രതയെ ഓർമ്മിക്കുന്നു, ആ അമ്മയെ വിരാജിക്കുന്നു, കാണിക്കുന്നു. അതാണ് ആ ദേവകാര്യ സമുദ്യത എന്നുള്ള ആ ഭാവം നമ്മളെല്ലാവരും ധ്യാനപൂർവം ചിന്തിച്ച് നമ്മളെക്കൊണ്ട് കഴിയുന്ന മാതിരി അതിനെ നമ്മൾ സ്വാംശീകരിക്കണം. അദ്വൈതമാണ് ദേവി, സ്ത്രീ എന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം മകൻ്റെ നന്മയ്ക്കെപ്പോഴും ഏകാഗ്ര ദൃഢചിത്തയായി യജ്ഞം ശ്രേഷ്ഠമനുഷ്ഠിപ്പു ജനനി കർമ്മയോഗിനി. താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നത്. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാം. അതാണ് നമുക്കുള്ള സ്ഥാനം. എത്രത്തോളം നമ്മൾ അദ്വൈത സത്യത്തിനോട് അടുക്കുന്നു അത്രത്തോളം ഈ പ്രപഞ്ചവുമായിട്ട് നമ്മൾ ഒന്നായി ചേരുകയാണ്. ഈ പ്രപഞ്ച താളത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ആ താളലയത്തിലേക്ക് ലയിക്കുന്നു. അതറിയാനാണ് ഞാൻ എല്ലാവരും ഹിന്ദു സ്ത്രീകളെയെല്ലാം എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാക്ക്, നമ്മളൊരു ദേവകാര്യം ചെയ്യാൻ അനുഗ്രഹീതരായിട്ട് പിറന്നവരാണ് ഭാരതത്തിൽ, ഈ പുണ്യഭൂമിയിൽ, ഹിന്ദുധർമ്മത്തിൽ എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനത് എപ്പോഴും പറയാറുള്ളത്. ഒരു ഭാരതീയ സ്ത്രീയുടെ നിയോഗങ്ങൾ അമ്മ ദീദി നമ്മളോട് പങ്കുവച്ചു.